കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അവസാനമായി ബാലനെ തിരിച്ചറിഞ്ഞ മമ്മൂട്ടി, അതായത് അശോകൻ കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് അങ്ങനെ മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ തന്നെ ആകില്ല. അതിന് സമാനമായൊരു സംഭവം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇത്തവണയും മൈക്കിൻ്റെ മുൻപിലെത്തിയത് അശോകനല്ല, പകരം മമ്മൂക്ക തന്നെയാണ്. എന്നാൽ സിനിമയ്ക്ക് വേണ്ടിയോ അന്ന് കഥയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല, പകരം സ്വന്തം ജീവിതത്തിലെ ബാലനെക്കുറിച്ച് പറയാനായി. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന മമ്മൂട്ടി എന്ന പേരുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും എന്നെ ലോകമെമ്പാടും അറിയുന്നതും ആ പേരിലാണ്. ആ പേരെനിക്ക് സമ്മാനിച്ച വ്യക്തി ഒരിക്കലെങ്കിലും ഇങ്ങനെ 4 ആൾ കാണുക അദ്ദേഹത്തിനെ ഇങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ഇങ്ങനെ പറയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ആ പേര് തന്ന വ്യക്തി ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേജിനകത്ത് നിന്ന മമ്മൂക്ക പുറത്തിരുന്ന അദ്ദേഹത്തിനെ അകത്തേക്ക് വേദിയിലേക്ക് വിളിക്കുകയായിരുന്നു. ഇപ്പോൾ ലോകമെമ്പാടും എൻ്റെ പേര് മമ്മൂട്ടി എന്ന് വിശ്വസിക്കുകയും അതെല്ലാവരും ഏറ്റെടുക്കുകയും എന്നെ പക്ഷെ ആദ്യം അത് വിളിച്ചതും എൻ്റെ ഓർമ്മയിൽ ഇദ്ദേഹമാണ് എന്ന് എടുത്തു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാം. എല്ലാ കാര്യങ്ങളും ഇന്നും ഓർത്തു വച്ചിരിക്കുന്ന മമ്മൂക്കയെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. മമ്മൂട്ടി എന്ന എനിക്ക് പേരിട്ടയാൾ ഈ വേദിയിലുണ്ട്. മനോരമ ഹോർത്തൂസ് ഉദ്ഘാടന പ്രസംഗത്തിൽ മഹാനടന കഥ പറയുമ്പോൾ പ്രേക്ഷക ലോകം ഒരു നിമിഷം ഞെട്ടിയിരിക്കുകയാണ്. ഇതുവരെ പുറത്തുവരാത്ത രഹസ്യ മഹാനടൻ പറയാൻ ഒരുങ്ങിയപ്പോൾ അതൊരു മെഗാ ഹിറ്റ് സിനിമയുടെ ക്ലൈമാക്സ് പോലെയും അവസാന പേജ് വരെ ഉദ്വേഗം നിലനിർത്തുന്ന പുസ്തകങ്ങൾ പോലെയും തോന്നിച്ചു. ശ്വാസമടക്കി പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഹോർത്തൂസ് വേദിയിൽ മമ്മൂട്ടി തൻ്റെ പേരിന് പിന്നിലെ കഥ വെളിപ്പെടുത്തി. എനിക്ക് പേരിട്ടയാൾ ഇവിടെയുണ്ട്. എടവനക്കാടുള്ള എൻ്റെ സുഹൃത്ത് ശശിധരനാണ് അദ്ദേഹം. എല്ലാവർക്കും കാണാനായി അദ്ദേഹത്തിനെ ദയവായി മുന്നോട്ട് വിളിക്കാം. അദ്ദേഹത്തിനോട് മുന്നോട്ട് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് വളരെ താഴ്മയായി തൻ്റെ സുഹൃത്തിനോട് ഭയങ്കര എളിമയിൽ സംസാരിക്കുന്ന മമ്മൂട്ടിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭയങ്കരമായ എളിമയോടെയും ബഹുമാനത്തോടെയും തൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന മമ്മൂട്ടിയോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ മമ്മൂട്ടി ഇത്രയും പറഞ്ഞ് സദസ്സിൽ നിർത്തുമ്പോൾ ശശിധരൻ മുന്നോട്ട് നടന്നു. ഇളകിയാടിയ സദസ്സ് ആർപ്പുവിളികളിൽ മുഴങ്ങുകയായിരുന്നു. മമ്മൂട്ടി എന്ന പേരിട്ട വ്യക്തിയാണിത്. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നില്ലേ എന്ന് മമ്മൂക്ക കഥ തുറന്നു. മഹാരാജാസ് ഒരു കോളേജ് അല്ല, ഒരു വികാരമാണ്. ഇവിടെ പഠിക്കുന്ന എൻ്റെ പേര് വേറൊന്നായിരുന്നു. പേര് അപരീക്ഷികൃതമായി തോന്നിയത് കൊണ്ട് തന്നെ പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഓമർ ഷെരീഫ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓമറെ എന്നാണ് അതുകൊണ്ട് വിളിക്കുക. ഒരിക്കൽ കൂട്ടുകാരുമായി നടക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ID കാർഡ് താഴെ വീണു. അതൊരുത്തനെടുത്ത് നോക്കിയിട്ട് നിൻ്റെ പേര് ഓമർ എന്നല്ലല്ലോ മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. മുഹമ്മദ് കുട്ടിയെ കളിയാക്കി മമ്മൂട്ടി എന്ന് വിളിച്ചതാണ്. അന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ പരസ്പരം കളിയാക്കി പല പേരുകൾ വിളിക്കുമ്പോഴും ഇന്ന് ലോകമെമ്പാടും എല്ലാവരും എന്നെ ഇങ്ങനെ വിളിക്കുമെന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.